ജനസംസ്കൃതി ദ്വാരക ബ്രാഞ്ച് ഉണ്ണിമായ കരയുന്നു. സഹൃദയരെ, മാനുഷികതയുടെ പൊക്കിൾക്കൊടികളിലേക്ക് മതമൂർച്ചയുടെ ശൂലത്തലപ്പിനെ കുത്തിയിറക്കാൻ ഉറഞ്ഞാടുന്ന ജാതി കോമരങ്ങൾക്കും ഇടമുള്ളൊരു നാട്ടിൽ എന്നും നിശബ്ദരാക്കപ്പെട്ടു പോയവരുടെ നിലവിളി ശബ്ദത്തിനാലെ മാറ്റത്തിന്റെ തീക്കാറ്റുപോലെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ജനസംസ്കൃതി ദ്വാരക ബ്രാഞ്ചിന്റെ ഉണ്ണിമായ കരയുന്നു. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ, ആയിരം പൂച്ചെണ്ടുകൾ. ഈയുള്ളവൻ പ്രേക്ഷകരിൽ ഒന്നടങ്കം ഇപ്രകാരം അഭിനന്ദനങ്ങൾ ചൊരിയുമ്പോൾ അത് എന്താണ് കാരണമെന്നല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. പിടികിട്ടിയില്ലേ? മാന്യരുടെ മനസ്സിൽ അശേഷം തങ്ങനിൽ കാട്ടുന്നു. എന്നാ ഈ ഉള്ളവന്റെ മനസ്സിൽ നിന്നൊരു അണുപോലും വിട്ടുമാറാത്തതായ ആ പോയ കാലങ്ങൾ തന്നെ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്ത് സഹോദരങ്ങൾ ചത്തു വീണത്, പാഞ്ചാലിയുടെ അഴിച്ചിട്ട മുടി കെട്ടാൻ ഒരു തുള്ളി ചോരയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. പിന്നെയോ ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നത് എന്നത്ര ആപ്തവാക്യം. എന്നിട്ടിവിടെ സത്യധർമാദികൾ ഈ ഉള്ളവനേക്കാൾ ഭീതി കൊണ്ട് മാളങ്ങളിൽ അഭയം തേടുവേ. അധർമ്മവും അസത്യവും രാപ്പകലുകളെ വേട്ടയാടുമ്പോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒറ്റ മനസ്സോടെ നാടകം ആസ്വദിക്കാൻ തയ്യാറായതിനാണ് ഈയുള്ളവന്റെ അഭിനന്ദനങ്ങൾ.
എന്തൊരു സാഹോദര്യം! എന്താ പറഞ്ഞത്? ഇതാണോ വലിയ കാര്യമെന്നോ? എന്താ ഇതിനേക്കാൾ വലിയ കാര്യം വേറെ എന്താ ഉള്ളത്? മനുഷ്യനും മനുഷ്യനും മനുഷ്യൻ 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 പ്രവേശിക്കാറായിട്ടില്ല. അകത്തേക്ക് അകത്തേക്ക് പോകാനെന്ന് ശുഭിതനായ യുവാവ നാടകത്തിൽ ഇടയ്ക്കോടെ വന്നു പോകുന്നു. അത്രേ ഉള്ളൂ. ആ ധൃതി കണ്ടോ? താങ്കളും ഒരു മനുഷ്യൻ തന്നെ. മനുഷ്യനെ നാലായിട്ട് തരംതിരിക്കാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. കൃതായുഗത്തിൽ ബ്രാഹ്മണൻ മാത്രമായിരുന്നു മനുഷ്യൻ. മറ്റുള്ളവരൊക്കെ ഈ മഹാമനുഷ്യരുടെ കീഴെ ഒരുമാതിരി ഒരു മിഷ്യൻ. ത്രേതായുഗത്തിൽ ക്ഷത്രിയനും ദ്വാപരയുഗത്തിൽ വൈശ്യനും അല്പസ്വല്പ പരിഗണനയൊക്കെ കിട്ടി. എന്ന് വെച്ചാ പാടാനും പാട്ട് പഠിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥിതി ഉണ്ടായെന്നർത്ഥം. പിന്നുള്ളത് ശൂദ്രനും അവരുടെ കീഴിലുള്ള അധകൃത ചണ്ടാലാദികളും. ഈ പോയ 3 യുഗത്തിലും ഈ സ്നേഹിതന്മാർക്ക് വലിയ പരിഗണന ഒന്നും കിട്ടി. പിന്നുള്ളത് കലിയുഗം എന്ന് വെച്ചാ നാം ഇപ്പൊ ഉള്ള യുഗം. പണ്ട് പാലിക്കാത്ത പക്ഷം കാറ്റ് നിശമാറി വീശുമെന്നും ദേശത്ത് തീവണ പെയ്യുമെന്ന് അറിയില്ലേ? അറിയാം. കേട്ടില്ലേ? എന്തൊരു ധാഷ്ട്യം! സാക്ഷാൽ ബ്രഹ്മദത്തം തിരുമൽപ്പാട്. ബ്രഹ്മശിരസിൽ നിന്ന് നേരിട്ട് സൃഷ്ടി കൊണ്ട ഉത്തമ ബ്രാഹ്മണൻ. ശ്രമിക്കണം. അറിയ 4 കുറച്ച് കാവാം പ്രവേശനം. എന്നാ പിന്നെ ആചാരവിധി പ്രകാരത്തിനാ അല്ലേ? ഇനി ഒരുങ്ങിയില്ലേ? ഇതാ ഭവതിയുടെ വന്യപിതാവ് സാക്ഷാൽ ബ്രഹ്മദത്തം തിരുമൽപ്പാട്. സർവ ആചാര മര്യാദകളും മറന്ന് വേദിയിൽ ആസനസ്ഥനാവുകയും ചെയ്തു. ഭവതിയുടെ അരുമക്കിടാവിനേറ്റ പിടിദോഷം പാടിയകറ്റാൻ വന്ന പെരുമലയുടെ സംഘവും അവിടുത്തെ വിളക്കും തിരിയും കാത്തിരിക്കണു. ആര്യേ ശ്രീമഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണിയുടെ നാവൂറുപാടുന്ന നേരത്ത് നാഗജാപങ്ങളും ഭക്തിദോഷങ്ങളും മർമ്മദോഷങ്ങളും കണ്ണീർ പെരുനാക്ക് നീക്കി ഇല്ലത്തുണ്ണികൾക്കായുരാരോഗ്യ ദൗത്യം നൽകണേ.
വരികല്ലോ വരികല്ലോ വരിക ബാലേ പൊലികല്ലോ പൊലികല്ലോ പൊലിക എന്നെ വരികല്ലോ വരികല്ലോ വരിക ബാലേ പൊലികല്ലോ പൊലികല്ലോ പൊലിക എന്നെ പൊലിച്ചു ഞാൻ പാടുന്നൊരു കാളതകത്തെ വരുവാൻ മടിക്കല്ലെന്റെ ദേവതമാരെ പൊലിച്ചു ഞാൻ പാടുന്നു ആടിവാടിവലേ നല്ലവളേ ആ ഓടിവ ഓടിവലേ ഓമന പെങ്കിടവേ ആരുണ്ട് ദേവാദന്റെ അച്ഛനാകുന്നേ ആരുണ്ട് ദേവാദന്റെ അമ്മായാകുന്നേ മുട്ടില്ല ദേവി താഴകാട്ടത്തിൽ അമ്മയാകിലോ മുട്ടില്ല ദേവി വരികല്ലോ വരികല്ലോ ദേവര വരുന്നോരു വരവ് കണ്ട കാറ്റത്ത് വെള്ളത്തിന് ആടുന്ന പോലെ ദേവത വരുന്നോരു വരവ് കണ്ട ദൈവത്തിൻ വിലമുഖം പാടുന്ന പോലെ വരികല്ലോ വരികല്ലോ വരിക ബാലേ പൊലികല്ലോ പൊലികല്ലോ പൊലിക എന്നെ ആരുണ്ട് ആനക്കേറ്റ കണ്ണേറ് പോലും പാടി അകറ്റിട്ടുണ്ടത്രേ ഈ പെരുമലയൻ. ഉച്ചേലി കുത്താൻ തൊകുമെടുക്കാൻ വന്നവരാരും തിരിച്ചു പോകുന്നവരെ തനിക്ക് മോശക്കാരായിരുന്നില്ലല്ലോ. ഇതിപ്പോ എത്രാമത്തെയാ? മൂന്നാമത്തെ നാലാമത്തെയോ? ഇതിന് ശങ്ക അശേഷം വേണ്ട തിരുമേനിക്ക്. ഈ പെരുമലയൻ ഉണ്ണിയുടെ പിരിദോഷം തീർക്കും, തീർച്ച. ഇപ്പോഴും ഉച്ചേരി കുത്താൻ പോയാണ്. ഉച്ചേരി കുത്താനോ? അഥവാ കുത്തിയാ തന്നെ ചോര പുറത്തേക്ക് വരൂ. വയസ്സ് 10-90 ആയില്ലേ? പിന്നെ എവിടെന്താ ചോര? ആ ഉണ്ടായിരുന്ന ചോരയൊക്കെ നല്ല കാലത്ത് തീയിലുരുക്കിയില്ലേ? ആകാശവും കൊണ്ടല്ലമ്മ പന്തലാകുന്നേ പർവ്വതോ നാലല്ലമ്മ തൂണാകുന്നേ തെക്കുന്നുണ്ടൊരു ശാല തിരുവൈകുര വടക്കുന്നുണ്ടൊരു ശാലമേരു പർവ്വതം വേണ്ട ശങ്ക, വേണ്ടേ വേണ്ട. കണ്ണേറ് തച്ചുമന്ത്രവും കഴിഞ്ഞ് തിരിയൊഴിഞ്ഞ് പെരുമലയിൽ പടിയിറങ്ങുമ്പോ കണ്ടോ സർവബാധകളെയും കൊണ്ടേ പോവും. ആ നടക്കട്ടെ. എല്ലാ ബാധകളും സ്വന്തം ദേഹത്തേക്കാ ആവാഹിക്കുന്നത്. എന്നിട്ട് ആ ബാധകളെ മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും. കണ്ടോ കണ്ടോ, രണ്ട് തുള്ളി ചോര. അല്ല ഇയാളവിടുന്നാ വശാക്കിയേ?
അത് പിന്നെ എല്ലാം ഒരു ഉപജീവന മാർഗം അതന്നെ നമ്മുടെ ദൗർബല്യം അല്ലാണ്ടെന്താ പറയാ. അങ്ങനെയല്ല, വിശ്വാസത്തിലാണ് കാര്യം. വിശ്വസിക്കട്ടെ, അല്ലാണ്ടാ മതിയാ. എന്നാലും ഇവർക്ക് ഉണ്ടായി മന്ത്രമൊക്കെ പാർവതി പരമേശ്വരന്മാരുടെ പിടിയൊഴിപ്പിക്കാൻ പെരുമലയിൽ ഉണ്ടായവരാണിവർ എന്നാണ് സങ്കല്പം. ശിവ ശിവ, സാക്ഷാൽ ശ്രീപ്രപഞ്ചനും ഇവിടെ ആശ്രയിക്കേണ്ടി വന്നോ? കഥകള് കെട്ടിച്ചമ്മയ്ക്കന്നെ അല്ലാണ്ടാ. പണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട ശ്രീ ശങ്കരാചാര്യർ വഴിയിൽ വെച്ചൊരു പറയനെ കണ്ടുമുട്ടി. ചണ്ടാലൻ തീണ്ടാതിരിക്കാൻ ആചാര്യർ ഒച്ചയെടുത്തു. അപ്പോൾ ആ ചണ്ടാലൻ മുഴക്കിയ ആത്മീയ തത്വവാദങ്ങളും വേദാന്ത വാക്യങ്ങളും കേട്ട് ആചാര്യർ ആ ചണ്ടാലന് മുന്നിൽ നമസ്കരിച്ചു. സാക്ഷാൽ ശ്രീപ്രപഞ്ചനായിരുന്നു ആ ചണ്ടാളൻ. അല്ലെങ്കിൽ തന്നെ ചണ്ടാളൻ എന്ന് വേദാന്തം പറയാനാ. അന്ന് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ചണ്ടാല വേഷധാരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആചാര്യർ തത്വപരമായ സ്തോത്രം നിർമ്മിക്കണ്ടായി. എന്താണ് നമ്മൾ വിട്ടുപോയല്ലോ. മനീഷപഞ്ചകം തന്നെ പരീക്ഷണം. ആ ചണ്ടാലന്റെ പരമ്പരയിൽപ്പെട്ടവരായോ എന്തോ ഒരു സങ്കല്പമുണ്ട്. ഓ, സ്വാമിയും ഒരു ആചാര്യർ തന്നെ. ഈ മനയുമായുള്ള ബന്ധം സ്വാമിയുടെ കീർത്തി ഈ നാടെങ്ങും ഉയർത്തും. അല്ല, സ്വാമിക്കും ഒരു യാത്ര പുറപ്പെട്ടൂടെ? സർവജ്ഞ പീഠം കയറാൻ. അറിവിൽ ഇന്നും ശിശുവാണെന്ന ഒരു ജന്മം മുഴുവൻ അറിവിനും അക്ഷരങ്ങൾക്കുമായി കഴിഞ്ഞാലും ആരും പൂർണ്ണരാകുന്നില്ല. അറിവെന്നത് അനന്തമാണ്. അനന്തശാസ്ത്രം ബഹുവെന്ന് നോക്കുന്ന അതിദേവത താൻ വരിക, അമ്പലദേവത താൻ വരിക, ഭൂമിദേവത താൻ വരിക, പുഷ്പദേവത താൻ വരിക. ഇവിടെ വസിക്കും ദേവതമാരിക്കളം വന്നു വേലികൊള്ളും. ഇവിടെ വസിക്കും ദേവതമാരിക്കളം വന്നു വേലികൊള്ളും. പെരുമലയൻ ഖണ്ഡങ്ങൾ കുറിച്ച് പാടുന്നു. എന്താ എന്താ സ്വാമി പറഞ്ഞത്? ആ പെരുമലയൻ ഖണ്ഡങ്ങൾ കുറിച്ച് പാടി. കണ്ടങ്ങളെ കുറിച്ച് പഠിക്കോ? സ്വാമിക്ക് വിശ്വണ്ടോ? പെരുമലന്റെ നാവ് വിളിച്ചു സ്വാമിക്ക് വിശ്വണ്ടോ? ഉണ്ട്, എങ്കിലും കാര്യമാക്കേണ്ടതില്ല. ഓർമ്മപ്പിശകാവാം. പറ്റില്ല. വിളക്ക് മാറുകൊണ്ടാവും ഉണ്ണിയുടെ പിടിദോഷം മാറാത്തത്. താനല്ലോ പറഞ്ഞത് അയാളുടെ കൊമ്പത്താലാണെന്ന്. എന്നിട്ടോ പെരുമലന്റെ നാവ് വിളിച്ചു സ്വാമി കണ്ടെത്തിയിരുന്നു. എന്ന് പറയണോ കർമ്മം നിർത്താൻ? വേണ്ട, കർമ്മങ്ങൾ തുടരട്ടെ, അവർ പാടട്ടെ. പാടണ്ട. പാട്ടി പിഴച്ച കർമ്മം പിഴച്ചു. കർമ്മം പിഴച്ച പിന്നെ തുടർന്ന് എന്തിനാ? സ്വാമിക്ക് ഇഷ്ടമുണ്ടോ പെരുമലന്റെ നാവ് പിഴച്ചു? എങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കാവുന്നതേ ഉള്ളൂ. പറ്റില്ല. ഈ കൊമ്പുള്ള പെരുമലനാണ്. ആ കൊമ്പൊന്ന് ഓടിക്കണം. സ്വന്തം ആചാരാനുഷ്ഠാനങ്ങൾ പോലും വശമില്ലാത്ത ആ കൊശവന്റെ കൊമ്പൊന്ന് ഓടിക്കണം. എവിടെ ഉള്ളതറിയാം? കേട്ടിട്ടില്ലേ? വെള്ളം പെരുമലെന്ന് കേട്ടാ ഭൂതമേള വിശ്വാസങ്ങൾ പോലും തെറ്റിക്കിടക്കുന്നത്രേ. ആരാ പറഞ്ഞത്? ഈ പെരുമലയത്തെ നാവ് വഴച്ചു ആരാ പറഞ്ഞത്? പറഞ്ഞതാരായാലും സത്യല്ലേ പറഞ്ഞുള്ളൂ. തിരുമേനി, അറിവും അക്ഷരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നിഷിദ്ധായിരിക്കാം. എന്നാലും ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങള് അത് ഞങ്ങൾക്ക് സ്വന്തമാ എന്നുള്ള നാട്ടിൽ കണ്ണകൾ കടത്തി പാടിയത്. ആരാ പറഞ്ഞത്? പറഞ്ഞത് മറ്റാരുമല്ല. അടിയ കണ്ടങ്ങള് കടത്തി പാടി ആരാ പറഞ്ഞത്? ഈ മലയില് വേളി നമ്മുടെ സ്വാമി പറഞ്ഞതാരായാലും അവൻ അവൻ
മലയൻ പിഴച്ചതാവാണ് ഈ പെരുമലയെങ്കിൽ പിഴുതെറിയാൻ മടിക്കേണ്ടതിന് വേണ്ടി എന്നാ പിഴച്ചത് എവിടെയാണെന്ന് എന്നാ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ മലയെക്കൂടി മുഴുവൻ ചുട്ടരിച്ച് പാതി വെന്ന മലയെ കുഞ്ഞുങ്ങളുമായി ഒരു പടയിറങ്ങും ആ മുറ്റത്തേക്ക്. അവളുടെ ഒരു ധിക്കാരേ. പണ്ട് ഓല പഠിച്ചിട്ടും കുറഞ്ഞു തുള്ളിയുടെ അനുഭവം നീയൊക്കെ മറന്നു അല്ലേ? പച്ചോലയില് മുതിഞ്ഞു കെട്ടി കൈടക്കാട്ടി കണ്ടെത്തിയ എന്റെ കണ്ണന്റെ മക അത് ഞാൻ എങ്ങനെ മറക്ക് തിരുവേനി മറന്നിട്ടില്ല. തിരുവേനി ഇത് കണ്ട ഈ കൈത്തണ്ട നിറച്ചു പാടുകളാ. ഉച്ചേലി കുത്തിയതിന്റെ പാടുകള്. എന്നാ ഇന്ന് ഉച്ചേലി കുത്താൻ ഈ നേരത്ത് ചോരയൊന്നുമില്ല തിരുവേനി. എന്നാലും ഉണ്ട്. ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങള് തലമുറകളായി പകർന്നു കിട്ടിയ ഞങ്ങളുടെ സ്വന്തം ആചാരാനുഷ്ഠാനങ്ങള് അതിനും അവകാശികൾ ഈ മനയിലുള്ളവരാണെന്ന് പറഞ്ഞ പൊറുക്കൂല തിരുവേദി, പൊറുക്കൂല. മരിച്ചുപോയ ഞങ്ങളുടെ കാരണവന്മാര് പൊറുക്കൂല. എനക്ക് പിഴച്ചെങ്കി അതെവിടെയാണെന്ന് എന്നാ ബോധ്യപ്പെടുത്തണമാ. എന്താണിത്? ക്ഷിപ്രകോപം അല്ലെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശ, ബുദ്ധിനാശാൽ പ്രണശ്യതി. പെരുവരെ ചെന്റെ കർമ്മങ്ങൾ തുടർന്നോളൂ. ഇല്ല, ഈ പെരുമലെ നിന് കർമ്മങ്ങൾ തുടരാനാവൂല. പറയണം കൊച്ചു തിരുവേലി, അക്ഷരങ്ങൾക്കുടമയായ നിങ്ങളിൽ നിന്ന് വേണം ഈ പെരുമലയിൽ അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിക്കാനെന്നാണോ? പറയണം തിരുവേലി, അങ്ങ് പറയണം.
ഇപ്പൊ പോയി കർമ്മങ്ങൾ തുടർന്നുകൊള്ളു. നമുക്ക് ഓർമ്മശക്തി അല്പം കുറവാണ്. ഇനിയിപ്പോ വെട്ടിയതിരിക്കാനും മതിയല്ലോ. അതുകൊണ്ട് ഇനി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാവും ചർച്ച. ഒക്കൂല ഒക്കൂല, അതിൽ വിഷമുണ്ട്. ആളാകാൻ പറഞ്ഞതെങ്കിൽ കൊച്ചു തിരുമേനി പെരുമലയോട് മാപ്പ് പറയണം. ഈ തിരുമറ്റത്ത് വന്ന ഓരോന്നും വിളിച്ചു പറഞ്ഞ നിന്നൊന്നും തല കാണത്തില്ല. പെരുമഴയോട് മാപ്പ്. ഈ സ്വാമി ആരാണെന്ന് നിനക്കൊക്കെ ഈ മനയിലെ വേളി ക്ഷേത്ര പരിപാടിന്റെ മേൽശാന്തി അറിയാം നിനക്കൊക്കെ. പെരുമഴയോട് മാപ്പ്. ഈ പെരുമലയെ കണ്ണീരൊടിപ്പിക്കാനും ഈ മനയിലെ വേളി തന്നെ വേണ്ടിയെന്ന് വന്നു വെച്ചാൽ വേണ്ട വേണ്ട തിരുമേനി, അങ്ങനെ വന്നായി പിന്നെ ഈ പെരുമലയെ ജീവിച്ചിരിക്കൂല. എന്താ ദൈവങ്ങളെ, ഈ കുഴല് കുത്തി കീറി പുറത്തിട്ട് ആ ചോര വലിച്ചു കുടിച്ച് ചാവും ഞാൻ. കുലസ്വരൂപം വാഴും പൊന്നു തമ്പുരാൻ കൽപ്പിച്ച് തന്നതാണ് ഈ പട്ടും വളയും. അറിവിനും അക്ഷരങ്ങൾക്കും ഉടമ നിങ്ങളാണെങ്കിൽ അടിയൻ ഈ പട്ടും വളയും അങ്ങയുടെ തൃക്കൈയിൽ ഏൽപ്പിക്കാം. സ്വാമി സംഗീത പെരുമലയിൽ അങ്ങോട്ട് പറഞ്ഞുകൊടുക്ക. സംശയിക്കണ്ട, പറഞ്ഞോളൂ. പെരുമലയൻ, അതിലിന്റെ ആദ്യാക്ഷരങ്ങൾ ഹരി ശ്രീ ഗണപതയെ നമ. അതിൽ ഹരി എന്ന ആദ്യാക്ഷരം മാറ്റി നിർത്തിയാൽ പിന്നെ കിട്ടുക ശ്രീ ഗണപതയെ നമ എന്ന 8 അക്ഷരങ്ങൾ. ശ്രീ ഗരുഡവാഹനൻ, ശ്രീ ഗോപനന്ദനൻ എന്ന് തുടങ്ങി മമ മനസ്സിൽ വാഴും ഒരു മലീനത കളഞ്ഞുടൻ മനതരമൊത്തൊരു മഹാരൂപ സദ്ഗുണൻ എന്നവസാനിക്കുന്ന ആ 8 പദ്യഗണങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ എടുത്താൽ നമുക്ക് കിട്ടുക ശ്രീ ഗണപതയെ നമ എന്ന അക്ഷരങ്ങളുടെ ബാലപാഠം അല്ലേ? അപ്പോ എനിക്ക് പിഴച്ചത് ഏകാരം പിഴച്ചു. ഏകാരം വിട്ട് കകാരത്തിൽ തുടങ്ങി. എത്ര ചിത്രം കരതാരൻ കുഴലുമായി എപ്പോഴും വൃന്ദാവനം പോകുമച്യുതൻ എൻ ഭക്തി പൂണ്ട നാരായണൻ എന്നല്ലേ ശബ്ദം? അതെ, അതാണ് ശരി, അതാണ് ശരി. ബോധിച്ചു. ഇപ്പൊ ഈ പെരുമലയെല്ലാം ബോധിച്ചു. കുട്ടരെ, ഈ പെരുമലയെ പട്ടും മഴയും അടിയറ വെക്കണ്. ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടേതായാലും പ്രായത്തിൽ ഇളയതായാലും ഈ അറിവിന്റെ മുന്നിൽ ഇതണിയാൻ അടിയൻ അർഹനല്ല. സ്വാമി, ആ തൃക്കൈ കൊണ്ട് അങ്ങത് സ്വീകരിച്ചാലും സ്വാമി, സ്വീകരിച്ചാലും. സ്വാമി ശങ്കിക്കണ്ട, പട്ടുകളെ സ്വീകരിക്കാം. ആളോട് കൂടിയിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പട്ടുകളെ സ്വീകരിക്കാന്ന് വെച്ചാ അല്ല, അടിയനും
പറഞ്ഞ് തിരിച്ചേൽപ്പിക്കാൻ വെച്ചാ കേളിയാമ നമുക്കും സ്വാമിക്കും ഈ മഴയ്ക്കും ധൈര്യം ഇതെന്റെ തീരുമാന വാക്ക് പറഞ്ഞ പെരുമലയുന്നത് വാക്ക സ്വാമി എന്നവിടെ സ്വാമി ബ്രാഹ്മണനല്ല കയ്യിൽ ഉച്ചേലിക്കുത്തിന്റെ വാളുണ്ട് സ്വാമി എന്താ കൈത്തണ്ടയിൽ ഉച്ചേലിക്കുത്തിന്റെ വാടോ ഉച്ചേലിക്കുത്തോ ഇത് നാം പച്ചകുത്തിയതാണ് ഈ പെരുമലയെ വെട്ടിയാക്കാൻ നോക്കണ്ട കയ്യിൽ ഉച്ചേലിക്കുത്തിന്റെ പാടുള്ള നീ ബ്രാഹ്മണനല്ല സത്യം പറയ് നീ ആര് ഉച്ചേലിക്കുത്തിന്റെ പാടുണ്ട് ബ്രാഹ്മണനല്ല ഉച്ചേലിക്കുത്തിന്റെ പാടുണ്ട് ബ്രാഹ്മണനല്ല സത്യം പറയാ കൈത്തണ്ടയിലെ പാട് പച്ച കുത്തിയതോ അതോ ഉച്ചേലി കുത്തിയതോ ഉച്ചേലി കുത്ത
ഉള്ള ഈ മനയില് ബ്രാഹ്മണന്റെ വേലി ക്ഷേത്രപരമാണെന്ന് പേരിൽ സാധി ഒരു പഴയ ചെറുക്കൻ എങ്ങനെ സഹിക്കും? വലിയ ബ്രാഹ്മണ, ഈ ചതിക്ക് താൻ എന്ത് സമാധാനം പറയും? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. 6 വേദങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഹൃദയസ്ഥമാക്കി പട്ടത്താരകൾ വിജയിച്ച് പട്ടും വളയും പൊന്നും നേടിയപ്പോൾ ആരും അന്വേഷിച്ചില്ലല്ലോ മനയെ ചേർക്കണോ ബ്രാഹ്മണനോ. ഒളിഞ്ഞിരുന്ന് വേദമന്ത്രങ്ങൾ കേട്ടുപഠിക്കുന്ന പാപികൾക്കുള്ള ശിക്ഷ ക്ഷത്രിയനും രാജാവുമായിരുന്ന വിശ്വാമിത്രൻ കഠിനതപം ചെയ്ത് രാജർഷിവട്ടം നേടിയപ്പോൾ ആ കാതാരും നടപ്പിച്ചില്ല. കുരുക്ഷേത്ര യോദ്ധാക്കൾക്ക് ബ്രാഹ്മണനായ ദ്രോണരിൽ നിന്നും അസ്ത്രാഭ്യാസം ശീലിക്കുന്നതിൽ ലജ്ജയുണ്ടായിരുന്നില്ല. എന്തിനാ ദ്വാപര യുഗത്തിൽ വൈശ്യനും തപസ് ചെയ്തിരുന്നല്ലോ. ഇത് പട്ടത്താരമല്ല, വാദിച്ച് ജയിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇത് നമ്മുടെ മനയുടെ മാനമാണ്. ബ്രാഹ്മണ്യത്തെയും പൂണൂലിനെയും അധിക്ഷേപിച്ച ഈ പാപിയെ ചുട്ടരിക്കുക. അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ തീ പടർന്നു. ആ തീയുടെ വെളിച്ചത്തിൽ ഞാൻ ചെയ്ത പ്രതിജ്ഞ അത് ഞാൻ നിറവേറ്റി. ഈ പണിയിൽ ഈ വിളക്കിൽ ഒരു തിരി മനയെ ചേർക്കട്ടെ. ഒരു തിരി ഗർഭത്തിൽ പിറക്കുന്ന അതൊക്കെ തന്നെ കുഞ്ഞ് ചണ്ടാളനായിരിക്കും. ഒരു ചണ്ടാള പരമ്പരയ്ക്ക് ഈറ്റില്ല ഈ മലയാള
അധികാരത്തിനു വേണ്ടി ജീർണിച്ച ജാതി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് വോട്ട് തേടുന്നവരെ കാണുമ്പോഴും നിങ്ങൾ ചിരിക്കുക, ചിരിച്ചുകൊണ്ടേയിരിക്കുക. മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെയൊക്കെ സൗഹാർദ്ദം തല്ലിക്കെടുത്തി അത് കണ്ട് ആഹ്ലാദിക്കുന്നവരെ കാണുമ്പോഴും നിങ്ങൾ ചിരിക്കുക. നിങ്ങളും ചിരിക്കുക. അതെ, നിങ്ങളും ചിരിക്കുക. അതെ, നിങ്ങൾ ചിരിക്കുക. നിങ്ങളുടെ സഹോദരിമാരെ വിവസ്ത്രയാക്കി തെരുവിലൂടെ നടത്തി മാനഭംഗപ്പെടുത്തി കൊന്നുകളയുമ്പോഴും നിങ്ങൾ ചിരിക്കുക. നിങ്ങളും സുരക്ഷിതരല്ല. നാളെ നിങ്ങൾ വിഭജിക്കപ്പെടും. മേൽജാതിയെന്നും കീഴ്ജാതിയെന്നും അപ്പോഴും നിങ്ങൾ ചിരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിവർന്നു നിന്ന് കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തവും ജീവനും സമർപ്പിച്ച നമ്മുടെ പൂർവികരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരു പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാർ. അന്ധബോധത്തിന്റെ മരണച്ചുടയ്ക്കാതെ അകമേച്ചിരിക്കുന്ന മർത്യ ഉരുകുന്ന ഉള്ളമോടരികിലായുള്ളവർ സഹജീവിയല്ലയോ നിന്റെ. അന്ധബോധത്തിന്റെ മരണച്ചുടയ്ക്കാതെ അകമേച്ചിരിക്കുന്ന മർത്യ ഉരുകുന്ന ഉള്ളമോടരികിലായുള്ളവർ സഹജീവിയല്ലയോ നിന്റെ. പൂട്ടിയ വായുമായോരത്തു നിന്നെങ്കിൽ നാളത്തെ ഇരനിയുമാകാം. ചിരിയിലെ ചിരയിൽ വീഴേക്കാം, ഒരു പിടിച്ചാരമായി തീർന്നു പോയേക്കാം. ചിരിയിലെ ചിരയിൽ വീഴേക്കാം, ഒരു പിടിച്ചാരമായി തീർന്നു പോയേക്കാം. മാറുക നീയിൽ മാറ്റുകീ ലോകത്തെ മതഭേദ മതിലുകൾ വെട്ടിപ്പൊളിക്കുക. ജാതി വർണ്ണങ്ങളെ പൊട്ടിച്ചെറിയുക. ഒരു മതൽ ജാലകവാതിൽ തുറക്കുക. ഒന്നാണു നമ്മളെന്നൊന്നിച്ചു പാടുക. സ്നേഹമാം പൂമാല കോർത്തു മുന്നേറുക. ഒന്നാണു നമ്മളെന്നൊന്നിച്ചു പാടുക. സ്നേഹമാം പൂമാല കോർത്തു മുന്നേറുക.